എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപാട് നാളായില്ലേ എഫ് കിട്ടിയിട്ട്. സോ എനിക്ക് തോന്നുന്നു ഈ കൊലുസിൻ്റെ എഫ് ഞാൻ കഴിഞ്ഞ വർഷം ഇട്ടതാണെന്ന്. പകുതി പോലും ആയിട്ടില്ല, അറിയില്ല. എങ്കിലും വളരെയധികം പുതുമ നൽകിക്കൊണ്ട് ഒരു ന്യൂ സെക്ഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് തോന്നി. അറിയില്ല നിങ്ങളുടെ ഈ എഫ് എത്രത്തോളം എടുക്കുമെന്ന്. സോ ഐ ട്രൈ ഇറ്റ്. എഡിറ്റിലോ അല്ലെങ്കിൽ ഡബിലോ പിഴവുകളോ തെറ്റുകളോ എന്തെങ്കിലും കാണുവാണെങ്കിൽ അതൊക്കെ ക്ഷമിക്കണം കേട്ടോ. കാരണം എനിക്കിപ്പോൾ 2 years അല്ലെങ്കിൽ 1 yearsൻ്റെ ഒരു ബ്രേക്ക് ഉള്ളതുകൊണ്ട് അങ്ങനൊരു എഫിലോട്ട് എനിക്ക് പെട്ടെന്ന് ചിന്തിക്കാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. ഇപ്പോഴാണ് അങ്ങനെ ഒരു ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് വന്നത്. സോ കൂടുതലായിട്ട് ഒന്നും പറയാനില്ല, നമുക്ക് ഇനി നിർത്തി വെച്ചെടുത്തുനിന്ന് ഒന്ന് തുടങ്ങാം. അമ്മു, നിനക്കെന്നോട് ഇപ്പോഴും ദേഷ്യമൊന്നുമില്ലല്ലോ? ഇല്ല ജെ, അന്നത്തെ ആ ദേഷ്യത്തിൽ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു എന്നല്ലാതെ എനിക്ക് തന്നോടുള്ള ഇഷ്ടം വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. തന്നോട് കൂടുതൽ അടുത്തപ്പോഴാണ് ഞാൻ വളരെ ഹാപ്പി ആയത്. ഇത് കേട്ടപ്പോൾ ജേക്കബിന് വല്ലാത്ത സന്തോഷം തോന്നി. ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ കൂടുതൽ എടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. പെട്ടെന്ന് അവൾക്ക് ഒരു ഇമോഷണൽ ഫീലിംഗ് വന്നു. ഒരൊറ്റപ്പെട്ട ചില നിമിഷങ്ങൾ, അതായിരുന്നു എനിക്ക്. ആരും തുണയില്ലാത്ത രണ്ട് അനാഥ പെൺകുട്ടികൾ പോലെ. ഇനി ഇത് എത്ര നാൾ അറിയില്ല. അവൾ തനിയെ ഇരുന്ന് സംസാരിക്കുന്നത് കണ്ട ജേക്കബിന് എന്ത് പറയണം, എങ്ങനെ ആശ്വസിപ്പിക്കണം എന്നറിയില്ലായിരുന്നു. അവന് അവൾ പറയുന്നത് കേൾക്കാൻ മാത്രമേ അവന് കഴിഞ്ഞിരുന്നുള്ളൂ. എല്ലാം എന്നിൽ നകന്നു പോയതുപോലെ. പക്ഷേ ചുറ്റും ഒരുപാട് പേരുണ്ടായിട്ടും തനിച്ച് ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ, അതൊരു വല്ലാത്ത അവസ്ഥയാണ് അല്ലേ ചേ? നീ എന്തൊക്കെയാ പറയുന്നത് ജെസി? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയാൻ? ഒന്നുമില്ല ജെ. ഹേ, എന്തിനാ താൻ കരയുന്നത്? അവളൊന്നും മിണ്ടിയില്ല. അവളുടെ മൗനം പാലിച്ചുള്ള ഇരിപ്പ് കണ്ട ജേക്ക് അറിയാതെ ഒന്ന് ചോദിച്ചു, നിനക്കെന്നോട് പറയാൻ കഴിയാത്ത എന്തോ ഉണ്ട്, എനിക്കറിയാം. അവനിൽ എന്തോ ഒന്ന് കേൾക്കാൻ ആഗ്രഹിക്കും തോറും ജെസി ആ വിഷയത്തിൽ നിന്ന് പിന്മാറുന്നത് പോലെ അവനോട് പറഞ്ഞു. സമയം ഒരുപാടാകുന്നു തോന്നുന്നു ജെ, നമുക്ക് പോകാം. ജേക്ക് അവളുടെ കൈ മെല്ലെ ഒന്ന് പിടിച്ചിട്ട് പറഞ്ഞു, നിന്റെ മനസ്സിൽ എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാം. അതെന്തായാലും ജെ, ഞാനൊരു അനാഥയാണെന്നൊരു തോന്നൽ. ഏയ്, എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? നീ ഒരിക്കലും അനാഥയല്ല ജെസി. ഇപ്പോൾ ഈ നിമിഷം നിനക്കൊരാളുണ്ട്, അത് മാത്രം നീ ഇപ്പോൾ ചിന്തിച്ചാൽ മതി. നീ ഇപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഒരിക്കലും നിനക്കൊരു സന്തോഷം ഉണ്ടാകില്ല ജെസി. അവൻ ജെസിയുടെ കൈകൾ രണ്ടും കോർത്തു പിടിച്ചു. ജെസിയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് അവൻ അവളോട് ചോദിച്ചെങ്കിലും അവൾ വിശദമായി ഒന്നും തന്നെ പറഞ്ഞില്ല. എങ്കിലും അവളുടെ മനസ്സ് എന്നും ഇങ്ങനെ ആയാൽ അത് ശരിയാവില്ല എന്ന് അവന് തോന്നി. ജെസി, നമുക്ക് ചൂടായൊരു കോഫി കുടിക്കാൻ പോയാലോ? അത് ശരി, പോകാം. അവളെ കാറിൽ കയറ്റിയതിന് ശേഷം, നീ ഓക്കെ ആണല്ലോ അല്ലേ? ഹാ ജെ. ആ സമയത്ത് അവൻ്റെ ഫോണിൽ നിന്ന് ശരത്തിൻ്റെ മെസ്സേജ് വരുന്നു. എങ്ങോട്ട് പോവാ ജെ? ജസ്റ്റ് മിനിറ്റ് ജെസി, ഞാനിപ്പോൾ വരാം. ജേക്കബ് ശരത്തിനെ തിരിച്ചു വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുന്നു. എന്നാന്ന്? അതേടാ, അവൾ എന്തേതാ അടുക്കുന്നില്ല. നീ ആരുടെ കാര്യം?
നീ ആരുടെ കാര്യമാണ് പറയുന്നത്? അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. ജേക്കബ് അവൻ്റെ കാര്യങ്ങൾ ചുരുക്കി വിവരിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഒരു പെണ്ണാണ് പ്രോബ്ലം. നിനക്ക് അവളുടെ മുന്നിൽ റൊമാൻറ്റിക് ആവാൻ പറ്റുന്നില്ല അതല്ലേ? തൽക്കാലം നീ ഒരു കാര്യം ചെയ്യും, ഞാൻ പറയുന്നത് അങ്ങ് ചെയ്തു നോക്കും. കുറച്ചു നേരം മാറ്റിപ്പിടി. ജേക്കബ് ശരത്തിനോട് സംസാരിച്ചു കഴിഞ്ഞ് തിരിച്ച് കാറിൽ കയറുന്നതിന് മുൻപ് ജേക്കബിൻ്റെ മുഖം പെട്ടെന്ന് മാറാൻ തുടങ്ങി. വെടിപെട്ടുന്ന പോലെ ജെസ്സിയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങി. ജയുടെ കൺട്രോൾ പോയി എന്ന് വേണോ പറയാം. ചായ കുടിക്കാൻ പോകുമ്പോഴേലും നിന്റെ ഈ സാഡാമ പോലുള്ള മുഖം ഉണ്ടല്ലോ, അതൊന്ന് മാറ്റിപ്പിടി. ഒരുമാതിരി ചന്ദനമഴയിൽ അമൃതയെ പോലെ എപ്പോൾ നോക്കിയാലും. ഇത് കേട്ടപ്പാടെ ജെസ്സിക്ക് ചിരി വരാൻ തുടങ്ങി. എന്താ ഞാൻ പറഞ്ഞ സത്യമല്ലയോ? അവൾക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. ഈ ആറ്റിറ്റ്യൂഡാ തനിക്ക് വേണ്ടത്. ജെസ്സി ആ റെസ്റ്റോറൻറ്റിന് ചുറ്റും ഒന്ന് കണ്ണടിച്ച് നോക്കി. ഇതിനെന്തോ ഒരു പ്രത്യേകതയുള്ള പോലെ. ജെസ്സി, കോഫി ഓർഡർ ചെയ്യട്ടെ? അവൻ അവൾക്കുള്ള ചായ ഓർഡർ ചെയ്യുവാനായിട്ട് വെയിറ്ററിൻ്റെ അടുത്തേക്ക് പോകുന്നു. ആ സമയം അവളിങ്ങനെ തനിയെ ഇരുന്ന് സംസാരിക്കണം. അവൾക്കൊരു സ്വഭാവമുണ്ട്, ഇങ്ങനെ തനിയെ ഇരുന്ന് സംസാരിക്കുന്ന സ്വഭാവം. ജെ ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ആളാണെന്ന് കണ്ടാൽ പറയില്ല. മനസ്സ് ചെറുതാണെങ്കിലും ആൾ അല്പം ചൂടനാട്ടോ. അങ്ങനെ അവൻ ചായ തിരിച്ച് അവളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന ശേഷം അവൾ എപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ പറയാം, അവളുടെ മുഖത്തൊക്കെ ഇങ്ങനെ പറയാം, എന്താ മോളെ ഈ പയ്യനെ പറ്റി ഒറ്റയ്ക്കൊരു സംസാരം? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആ പറയ്. അത് നമ്മളെന്തിനാ ഈ റെസ്റ്റോറൻറ്റിൽ വന്നേ? അല്ല, ഇത് കണ്ടപ്പോൾ ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് പോലെ തോന്നി, അതാ. ഇത് തൻ്റെ റെസ്റ്റോറൻറ്റാന്ന് താൻ ഇപ്പോഴാണോ കാണുന്നത്? അതെന്താണെന്ന് വെച്ചാൽ പലരുടെ ആട്ടും തുപ്പും ചീത്തവിളിയും ലോൺ പ്രശ്നങ്ങളൊക്കെ കാരണം ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ആത്മഹത്യയുടെ വക്കിലെത്തി ഞങ്ങൾക്ക് രക്ഷയ്ക്ക് തുണയായി വന്ന ഒരാൾ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്കുള്ള എല്ലാ സുഖസൗകര്യങ്ങളും അയാൾ നൽകി. പക്ഷേ ഒരു ദിവസം ഒന്നും മിണ്ടാതെ ആളങ്ങ് പോയി. അന്ന് എനിക്ക് 20 വയസ്സായിരുന്നു. ഇത് ഓപ്പൺ ആയതിൽ പിന്നെയാണ് ഞങ്ങൾ ശരിക്കും ജീവിതം എന്താണെന്ന് അറിഞ്ഞത്. ഞാൻ ഒട്ടും കരുതിയില്ല എനിക്കിത് കാണാൻ പറ്റുമെന്ന്. ആ ഡേക്ക് കാരണം എനിക്ക് ഒരു സാഡ് സ്റ്റോറി കേൾക്കാനുള്ള മൂഡിലായിരുന്നില്ല അവനപ്പോൾ. കാരണം പരിചയപ്പെട്ട അന്ന് മുതലേ കാണാൻ തുടങ്ങിയ മുഖമാണ് ജെസ്സിയുടേത്. അവൾക്കൊരു മാറ്റവും വന്നിട്ടില്ല. ദാ വീണ്ടും എൻ്റെ ജെസ്സി. ഇതൊക്കെ കാണുമ്പോൾ കരയുവാണോ സന്തോഷിക്കുന്നു വേണ്ടത്? ദേ നോക്ക്, തന്നോട് എനിക്കുള്ള അവകാശമുണ്ട് ഞാൻ പറയാം. ഇനി താൻ പറഞ്ഞ ജേക്കബിൻ്റെ തനി സ്വഭാവം നീ അറിയും. കുറേ നാളായി ഞാൻ കാണി. ഇനിയെങ്കിലൊന്ന് ഹാപ്പി ആയിട്ടിരിയടേ. ജേ എന്നോട് പിണക്ക? ശരി, ഇനി ഞങ്ങൾക്കറിയില്ല പോരെ. വളരെ സോറി. ഒന്ന് റൊമാൻറ്റിക് ആകാൻ പറ്റിയ പ്ലേസ് തപ്പി വന്നപ്പോൾ താ കിടക്കുന്നൊരു സാഡിൻ്റെ സ്റ്റോറി. ഞാൻ എങ്ങനെ പ്രേമിക്കാൻ ഉദ്ദേശിച്ചതാ? ശരി വാ. എന്നെ തനിച്ചാക്കിയിട്ട് തന്നെ നമ്പുക? ആഹാ, അപ്പം നന്നായിട്ട് സംസാരിക്കാനൊക്കെ അറിയാലോ. ഞാനേ തനിക്കുള്ള ചായ മേടിച്ചിട്ട് വരാം. താനിവിടെ ഇരി. ഇന്നത്തെ കുറച്ചും കൂടി എൻ്റർടൈൻമെൻ്റ് ആക്കാമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഇതിൽ മെയിൻ ക്യാരക്ടറായ ജെസ്സിയുടെയും സാരുവിൻ്റെയും ഒരു മെയിൻ സ്റ്റോറിയാണ്, മീൻസ് ഓൾഡ് ബാക്കപ്പ് സ്റ്റോറിയാണ്. അതായത് ഇച്ചായൻ അവളുടെ വീട്ടിലേക്ക്, അതായത് അവളുടെ കുട്ടിക്കാലത്തുള്ള കുറച്ച്
കഥകൾ. സോ അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകാം, പക്ഷേ ഇത് കാണുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലാരിഫൈ ആവാം. ഓക്കെ.